ഇനി വേണം വേണ്ട. അതെ സാഹിബേ, ഇതിപ്പോ നമ്മുടെ പഴയ മന്ത്രി കണ്ട പ്രശ്നമാവുമല്ലോ. ഏത് മന്ത്രി? ഉദ്ഘാടനത്തിന് നിലവിളക്ക് കണ്ടപ്പോ ഹാലിളകിയ മൂപ്പരെ മുസൽമാന് നിലവിളക്ക് ഹറാമാണെന്നല്ലേ ആ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവിക്കണോലേക്ക് ഇവിടത്തെ കാറ്റ് ചൊറിച്ചിലുണ്ടാക്കുന്നു പറയണത് ബസലത്തര. ഞാനും എന്റെ കുട്ടികളും ഈ മണ്ണിൽ ജനിച്ച് വളർന്നൂല. ഇവിടത്തെ ഒരു ആചാരവും ഞമ്മക്ക് ഹറാമല്ല. ഈ ഉത്സവവും പെരുന്നാളെന്നൊക്കെ പറയണത് മനുഷ്യന്മാരുടെ ഒത്തൊരുമക്കും കൂടെ വേണ്ടിയിട്ടാ. ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിലാ. നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക്, ഞമ്മളെ വിശ്വാസം ഞമ്മക്ക്. അതിലൊരു ഉറപ്പുണ്ടായാൽ മതി. ഞമ്മളതിന് ഈമാൻ എന്ന് പറയും. നിങ്ങൾക്ക് മോര് വേണം. അനന്ത കുടിക്കാം. നിങ്ങൾക്ക് വേണോ? കുടിച്ചോ. ശേഖര, അനക്ക് മാണ്ടടോ മോര്? പിന്നെ അതിപ്പോ എന്താ ചോദിക്കാൻ? 30 വർഷമായിട്ടുള്ള ചടങ്ങല്ലേ. കളിയൂരമ്മയുടെ എഴുന്നള്ളിപ്പിന് സാഹിബിന്റെ മോര് കുടിക്കാതെ നടക്കച്ചെല്ലാൻ പാടുണ്ടോ? ശ്രീ അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം വാവര് സ്വാമിയെ വണങ്ങണം, അല്ലേ സാഹിബേ? അപ്പോ ഓനും ചെങ്ങായിമാരെ കളിക്കണത്തുണ്ടാവും. കളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കരളകമലിയണ കനവുകൾ ഉണരണ നിറകതിരൊഴുകണ മാനത്ത് രസമത് വഴിയണ കളിചിരികളുമായി കതിരൊളി ചിതറണ മൊഴിമഴ കഴുകി കനിവള വരമകൻ അരികിൽ വരുദേവി തിരുമുന്നിൽ തിരയാട്ടം ഉണരൂ വരമെല്ലാം തന്നരുളൂ ദേവി. കളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കനവുകൾ ഉണരണ നിറകതിരൊഴുകണ മാനത്ത് രസമത് വഴിയണ കളിചിരികളുമായി കതിരൊളി ചിതറണ മൊഴിമഴ തഴുകി. ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. തളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. പണിയാം ദേവി നിൻ തിരുമൈ ദർശനമേകൂ നീ. അടിമല പണിയാം ദേവി നിൻ തിരുമൈ ദർശനമേകൂ നീ. കനവുകൾ ഉണരണ നിറകതിരൊഴുകണ മാനത്ത് രസമത് വഴിയണ കളിചിരികളുമായി കതിരൊളി ചിതറണ മൊഴിമഴ തഴുകി കനിവുള വരമകനരികിൽ വരുദേവി തിരുമുൻപിൽ തിരയാട്ടം ഉണരൂ വരമെല്ലാം തന്നരുളൂ ദേവി. ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കളിയൂർ ഭഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള നല്ല കഥകളിയുണ്ട്. നാളെ ചരിതം. നിങ്ങൾ വരുന്നോ? അയ്യോ, കഥകളിയോ?
എന്റെ അമ്മക്ക് ആയുസ് പാഴാക്കല്ലേ. ലക്ഷ്മി ടാർഗറ്റിന് ഉത്സവ പ്രോഗ്രാമാ. ഉഴത്തള്ളിത്ത ഇവിടെ രമ്പേടെ അതിന് പോക്കാ. ഏടാ കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനും കൂടെ നളചരിത ആടി തീർക്കുമ്പോഴാ അവന്റെ ഒരു ഉള്ളത്തെ അള്ളിത്ത. നിന്റെ രംഭ മാറി നിൽക്കും ശിവരാമന്റെ സമയത്തിന് മുമ്പിൽ അല്ലേ രാഘവസ്വാമി? ഹരഹരോ ഹര. സംഗതി ശരിയാ. പക്ഷെ രംഭയുടെ കാലിന്റെ അത്രയും വരുമോ ശിവരാമന്റെ കാലിൽ? എടോ കള്ളസ്വാമി. അതല്ലേക്കാ, രമ്പയുടെ ഒരു കാലെന്ന് പറഞ്ഞാൽ ഒരു 1.5 കാല് വരും. അങ്ങോട്ട് പറഞ്ഞതാ. വെറുതെ അല്ലടാ നിന്റെ ശരീരം എങ്ങനെ ആയിപ്പോയത്. വാ. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചാട്ട, കയ്യിലിരിക്കണ കല്ലമ്പരിപ്പ് ഈ കലത്തില് വേകൂല, ഈ കലത്തില് വേകൂല. നാഴിലിരുന്നഴി കൊള്ളൂല, ചക്കവലിപ്പൻ ചുളക്കില്ല. നാഴിലിരുന്നഴി കൊള്ളില്ല, ചക്കവലിപ്പൻ ചുളക്കില്ല. ചക്കച്ചുളമുട്ട ചുക്കവോ കൊച്ചട്ട ഞാൻ അതിനൊരു മാങ്ങ കൂടി താഴെ വീണു. അവന്മാർ അറിഞ്ഞിട്ടില്ല. അവന്മാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണ്ട. വായുകുളി മേടിക്കാൻ പോണ പോലെ പോക്ക്. മാങ്ങ എനിക്ക് മാങ്ങ. വാ. ആഹാ, സേലം മാങ്ങയാണല്ലോ. പച്ചയാ. ഒരു തോക്ക്. നോക്കട്ടെ. അല്ല AK-47. ആ വണ്ടി വിടരുത്. അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ വണ്ടി പോയി. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. വണ്ടി പിടിച്ചു, വണ്ടി പിടിച്ചു. ഹലോ, വണ്ടി തിരിക്കാൻ ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ? എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ? നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും. A2034 AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വേ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലേ ഓരോ അവന്മാര് ചക്കയ്ക്കത്തും മാങ്ങയ്ക്കത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി കുലുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നതേ ശരിക്കാനല്ലല്ലോ. ആ വയ്ക്കോ അബൂബക്കറെ, ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. പിന്നെ അബൂബക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുത്താ. ആഹാ, ആ എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിരെ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP-ക്ക് അബുനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരും വലിയ സന്തോഷത്തില്ല. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചുകാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന്. അത് തെളിയിച്ച പേര് SP-ക്ക് തന്നെ. ഇത് ആ ലോറി തന്നെ. അതെ. നമുക്ക് വണ്ടി കസ്റ്റഡിയിൽ എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണോ? അതെ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റ് പറ്റില്ലെന്ന് സാറിനറിയാലോ. എടാ, ഇപ്പൊ പറ്റിയില്ലേ? ഇത് മച്ചാങ്കളിയൊന്നുമല്ല. ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല. ചുമ്മാ ഒന്നും അല്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പോ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി. അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്തു. അവനൊരു മൊണ്ണ. ഇല്ലെങ്കിലോ എന്റെ പാറമാതാവേ, നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് SP സാറിന്റെ തനിനിറം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? SP കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക്. ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികകാലം സദ്യ ഉണ്ണുകലന്റെ കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ.
പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന ഒരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. നിർത്തറ പൊന്നെ കഴിവറ മോനെ. നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കടത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു ഇരന്ന് വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും SP ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കിൽ, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. ജനിച്ചു നന്നാവണം. അപ്പനപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. ഇതെവിടെന്നാ തനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യകളെ കാണിക്കണോ? സാറേ, സാർ അബു അകത്തുണ്ട്. ഒരു സോഡ വാങ്ങിക്കും. ചെല്ലടാ. നൂർജി സാറ് പറഞ്ഞ SP കേൾക്കുവോ? അത് MLA തന്നെ വരണോ? ഞാൻ പറഞ്ഞ SP മൂത്രം ഒഴിക്കും. എന്നാ വന്നാട്ടെ സാർ. അല്ലല്ല, അത് വേണ്ട. ചിലപ്പോ MLA ഓവർടേക്ക് ചെയ്തു എന്ന് തെറ്റുമായിരിക്കും. ഓ, ഹലോ സാർ, ഫോൺ പോക്കറ്റിലെ. ആരാണപ്പോ? ഹലോ. ആ ആ ആര് പറഞ്ഞു? എന്റെ ബീരാനെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാ ഇമ്മണി വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടീനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നാട്ടിലുള്ളത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി, നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി. എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ. ഒന്നും കൂടി MLA വിളിക്കണോ സാർ? 1 മിനിറ്റ്. ഞാനില്ലേ, പിന്നെന്ത് പേടിക്കാൻ? ഒരു പാക്കറ്റ് വിൽസ് കൂടി വരും. 2 പാൻ പരാകും പറ്റും. ആ, ഈ ചാനല് എന്ന് പറയുന്നത് എന്താ? അമ്പിളി അമ്മാവനാ? പോകാൻ പറയടോ. ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ. പുറത്ത് ഭയങ്കര പട്ടിശല്യം, അകത്താവുമ്പോ ആ പ്രശ്നം. അബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ തീരും. ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്തു വെക്ക്, ഞാൻ SP കണ്ടിട്ട് വരാം. കുടിക്കാൻ സോഡ എടുക്കട്ടെ. നമസ്കാരമുണ്ട്. എടോ അബൂനെങ്കിൽ കൊണ്ടുവാ. ഈ അബൂബക്കറെ അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLA അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവനെ ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം? ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ
എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? അവന്റെ അമ്മയുടെ ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. അതിന്റെ മോനെ വിടില്ല, ഞാൻ വിടില്ല, നിന്നെ വിടില്ല. വെള്ളം കുടിക്ക്. ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയണില്ലല്ലേ? ഈ മറക്കരുത്. അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു നായിന്റെ മക്കളെ മറക്കരുതയ്യേ. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളുടെ തായ്പേര് അറക്കാനാ എന്റെ മോനെ പടച്ചോൻ പിന്നെ തൂക്കിട്ട്. ഞമ്മടെ തൂക്കൂല, തോക്കരുത്. മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും. നിനക്കെന്താടാ വട്ടുപിടിച്ചോ? എങ്ങനെ പിടിക്കാതിരിക്കും? നീ ഇത് കണ്ടില്ലേ? നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും മജിസ്ട്രേറ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ തൂക്കിക്കൊന്നവന്റെ ഒരു കിടപ്പേ. മരിച്ച് കബറടക്കം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുക. ഇനി നരകത്തിലോട്ടെ ഇവനെ ഞാൻ വിടൂ. അയാളോടുള്ള വൈരാഗ്യം തീർക്കുകയോ അയാളെ നരകത്തിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഇപ്പൊ ഈ വാർത്ത വിറ്റ് കാശാക്കാന്നുള്ള. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആ മലയാള ഭൂമിയിൽ നമുക്ക് മേടിക്കണം. 2 ലക്ഷം? പിന്നല്ലാതെ ലോകം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയും ചിത്രങ്ങളും ആ മേശപ്പുറത്തും ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 അല്ല 4 ലക്ഷം തന്നു വാങ്ങാൻ ആളുണ്ട് ഇവിടെ. എടാ, ഈ വണ്ടിക്ക് വളയം പിടിക്കുന്നതല്ല ജേർണലിസം, അതറിയാവോ? അപ്പൊ നീ എല്ലാ വിവരവും പത്രക്കാരോട് പറഞ്ഞു? അത് ശരി, അത്രയ്ക്ക് മണ്ണുണ്ണിയാ ഞാൻ. അവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാൻ വിടുവോ? ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് മാത്രം പറഞ്ഞു. രാവിലെ ഫോട്ടോയുമായി ചെന്ന് സംസാരിക്കാന്നാ പറഞ്ഞു. നീ വന്നേ, പോകാം. കൂടപ്പറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന് എന്നോട് തന്നെ ഇത് ചെയ്യണവടാ. നന്ദി കേട്ടവനെ. ഇത് വെച്ച് വില പേശി കാണും നീ അല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ച് നിനക്ക് പണക്കാരനാവണം അല്ലേ? നിനക്ക് കാശാണ് വേണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനില്ലടാ പട്ടി. ഡോക്ടർ സാറേ, ഈ പടങ്ങൾ കൊടുത്ത് കാശ് വാങ്ങുന്നതിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വിലയാ, അറിയോ? ഇന്നലെ വരെ ജോൺ സാർ പറയുന്നല്ല എന്തും ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ സാറ് പറഞ്ഞപ്പോ ആംബുലൻസ് എടുത്ത് ഞാൻ ഓടിയത്. പക്ഷേ ആരെ രക്ഷിക്കാനും നിങ്ങൾ എന്നെ ഉപയോഗിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് പുച്ഛമാ ഡോക്ടർ ജോണിനോട് തോന്നിയത്. പരമപുച്ഛം. നാട് ചുട്ടരിച്ച ഒരു രാജ്യദ്രോഹിയെ ഇരുചെവി അറിയാതെ കൊലക്കാരന് മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ. ആ കച്ചവടത്തിൽ എന്താ നിങ്ങളുടെ ലാഭം? നിർത്താ. നീ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? രവി, നീ സത്യം അറിയാതെയാ സംസാരിക്കുന്നത്. നീ കരുതുന്നൂലൊന്നല്ല കാര്യങ്ങൾ. അബു നിരപരാധിയാ. നിരപരാധി അബൂബക്കറിന് മാർക്കിടാൻ എനിക്ക് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, എന്റെ അനുഭവം മതി. ബുദ്ധി ഉറക്കാത്ത പെങ്ങളെയും കൊണ്ട് തളിയൂർ ശങ്കരമഠത്തിൽ ഭജനം ഇരിക്കാൻ പോയതാ എന്റെ അമ്മ. തളിയൂർ ഭഗവതിയുടെ ആറാട്ടിന്റെ അന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ അമ്മ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആനക്കൊട്ടിലെ തകർന്നു വീണ മേൽക്കുരയ്ക്ക് താഴെ തലയില്ലാതെ കിടന്ന എന്റെ അമ്മയുടെ ജഡമ പിന്നെ ഞാൻ കാണുന്നത്. ചികിത്സിച്ചാൽ മാറുമായിരുന്ന എന്റെ പെങ്ങളുടെ ബുദ്ധിഭ്രമം മുഴുഭ്രാന്തായി മാറി. അവനാ ആ ദ്രോഹി ഇതിനെല്ലാം കാരണം. എന്റെ ജീവിതം അവൻ തകർത്തത്. രണ്ടാമത് അവന്റെ കഴുത്ത് തൂക്കുകയറിട്ട് മരണം വരെ തൂക്കുന്ന എനിക്ക് കാണണം. രവി, നിന്റെ മനസ്സെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിനക്കറിയൂ, തളിയൂര ബോംബ് സ്ഫോടനത്തിൽ നിന്റെ അമ്മയെ പോലെ തന്നെ എന്റെ ഭാര്യയും മരിച്ചതാ. എന്നിട്ടും ഞാൻ അബൂബക്കറെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരു നിമിഷം അത് നീ ആലോചിക്കും. നീ അറിഞ്ഞു വെച്ചതൊന്നും സത്യമല്ല രവി. ലോകം മുഴുവൻ അബൂനെ കുറ്റവാളി എന്ന് വിളിച്ചാലും ഞങ്ങൾക്കതാവില്ല. കാരണം
ഞങ്ങൾക്ക് സത്യം അറിയാം. എന്ത് സത്യം? അബൂബക്കർ ആനക്കൊട്ടിലിൽ ബോംബ് വെക്കുന്നത് നേരിട്ട് കണ്ടതാ ശങ്കരമഠത്തിലെ ആത്മസ്വരൂപ സ്വാമികള്. സ്ഫോടനത്തിന്റെ പിറ്റേന്ന് ആശ്രമത്തിലെ പ്രഭാഷണത്തിൽ സ്വാമി അത് പറയുകയും ചെയ്തു. അതിനപ്പുറം എന്ത് സത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശങ്കരമഠത്തെ പറ്റിയും ഇനി കള്ളക്കഥ ഉണ്ടാക്കണോ? ഞങ്ങൾ പറഞ്ഞൊന്നും കള്ളക്കഥയല്ല. ശങ്കരമഠത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ സ്വാമി ആത്മസ്വരൂപൻ അയാൾ ആരാണെന്ന് നിനക്കറിയൂ? സ്വാമി ആത്മസ്വരൂപനെ ഇന്നും പ്രാർത്ഥനയ്ക്ക് കണ്ടില്ല. ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ കാര്യങ്ങൾക്കായി മന്ത്രിയെ കാണാൻ പോകുന്നു പറഞ്ഞിരുന്നു. ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ആശ്രമത്തിലെ ദിനചര്യകൾ പോലും മുടക്കി കച്ചവടത്തിന് ഇറങ്ങേണ്ടതുണ്ടോ? സ്വാമി വരുമ്പോ നമ്മെ കാണാൻ പറയൂ. ഹരിയോ, നാം വൈകിയോ? ലേശം. ദൈവത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. SP എമാനെ കണ്ടില്ലല്ലോ. മൂപ്പരുടെ വണ്ടി ഹോട്ടൽ സീക്കിങ്ങിന് മുന്നിൽ കിടക്കണുണ്ട്. മെസ്സേജ് എത്താറായോ? അതൊക്കെ എത്തിക്കഴിഞ്ഞു. കറിയാച്ചനോട് വന്നിട്ട് സംസാരിക്കാം. വന്നു എന്ന് തോന്നുന്നു. ആ സപ്പർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ RDX എത്തിച്ചിട്ടുണ്ടാവും. അത് സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ച പിന്നെ അയാളുടെ പണി കഴിഞ്ഞല്ലോ. അതെ, അത് കഴിഞ്ഞുള്ളതാണല്ലോ തല പോണ പണി. നമസ്കാരമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ പാക്കപ്പലെ കുറെ സായിപ്പന്മാരെത്തിയിട്ടുണ്ട്. അവർക്ക് KTDCയുടെ വക ഡിന്നർ ഹോട്ടൽ സീക്കിങ്ങിൽ. പാക്കപ്പലെന്ന് സാധനം പൊക്കിയെടുക്കാൻ കുറെ പാടുപെട്ടു. പിന്നെ ഈ കാക്കിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു എന്ന് പറയാം. പിന്നെ സ്വാമിയെ, ആശ്രമത്തിലേക്ക് പൂക്കൾ തരുന്ന കടയിലെ 2 കൂടുകളിൽ നമ്മുടെ സാധനം അടയാളെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് സ്വാമിയുടെ തിരുശിരസില. പൊന്നാമ്പുരാനെ വിളിച്ചോണ്ട് പണി തുടങ്ങിക്കും. എന്റെ പെട്ടി എവിടെ? ദേ അതിലൊന്നും തനിക്കാ. എന്റെ പരിമല തിരുമേനി, 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ കേസ് ഒത്തു വന്നിരുന്നെങ്കിൽ തറവാടൊന്ന് പച്ച പിടിച്ചേനെ. അവിനെ മുഹമ്മദ് സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് കാശ് തരുന്നവരോട് കൂറ് കാണിക്കണമല്ലോ. ദേ എന്തിനും അടിയാൻ റെഡി. നിർദ്ദേശം കിട്ടിയാൽ സപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കൊട്ടിലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന സപ്പറിന്റെ കണക്കൂട്ട്. എന്താ ഞെട്ടുന്നത്? ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല. തളിയൂരമ്പലം കത്തിത്തീർന്ന പിറ്റേ ദിവസം താരേക്കാട്ട് മദ്രസയ്ക്കുള്ളില ബോംബ് വയ്ക്കാൻ പോകുന്നു. ഈ 2 സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. താനെന്താണോ നോക്കുന്നത്? അതിന് വേറെ പണപ്പെട്ടി വരുവോടോ? മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനക്കൊട്ടിലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദേ നോക്ക്. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ് മെയില്. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിനുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ സപ്പർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സപ്പർ. ഈ പട്ടാളക്കാരൻ ആ ദാദാ സാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ. ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഔട്ട് ഇങ്ങെടുത്തേ. ഇനി ആ കഴിവുറ മോനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബാബുവിന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, എടാ ബാബു, ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വിധി എന്താണെന്ന്? ഒരു 10-20 കിലോ കോഴി കൂടെ വേണം കുട്ടപ്പ. നേരത്തെ കൊണ്ടുപോയി തികയിലെന്നാണ് വെട്ടുകാരൻ പറയുന്നത്.
അപ്പൊ നാളെ ഐശ്വര്യ നിൽക്കാതെ പൊടി പൊടിക്കാൻ തന്നെ തീരുമാനം അല്ലേ? ഈ ക്ഷയരോഗം പിടിച്ച കോഴികളെ കൊണ്ടുപോയിട്ട് എന്തോന്ന് പൊടി പഠിക്കാനാ? ശരിയാ, വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇതുങ്ങളെ ഈ ഹിന്ദി നടികളെ പോലെ സ്ലിം ബൂട്ടി അവൻ നോക്കുന്നുണ്ടാ. ഇത് കണ്ട പൂജാഭദ്ര സ്റ്റൈൽ പിടി. ഒരു കുട്ട ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൂടെ അതിലിട്ട് കൊണ്ടുപോകായിരുന്നു. കാർഗിൽ കുന്നിലൂടെ വലിയ പാറ്റൻ ടാങ്കും തോളിലേറ്റി പാകിസ്ഥാനിലേക്ക് പുല്ലുപോലെ നടന്നു പോയിട്ടുള്ള ആളെ അബുക്ക. പിന്നെയാണ് നിന്റെ 3-4 കോഴി. പട്ടാളത്തെ പിടിച്ച് കളിക്കരുത് കേട്ടോ കുട്ടപ്പാ. നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം കേട്ടോ. ഓ ഏത് പന്നിയുടെ മോനാണ് എറിഞ്ഞത്? എറിഞ്ഞത് ഞാനാ. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെയുള്ള വഴിയായത്. മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാർ ചുമന്ന മഷി കൊണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പാഞ്ഞങ്ങ് പോവാൻ ഈ പഞ്ചായത്തിനോട് ഒരു പന്നിയുടെ മോന് സ്ത്രീധനം കിട്ടിയതല്ല. നിലം തൊടാതെ പറക്കല്ലേ നാട്ടുകാരെന്നൊക്കെ. തന്റെയൊക്കെ തൽസ്വരൂപം വെളിവരാൻ ഇനി അധികം കാലം വേണ്ടി വരികയല്ലേ. അധികം വിസ്തരിക്കാതെ. ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെര പഠിച്ചത് നീ പഠിച്ച കളരിയും നല്ലത് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ വേ, നീ ഇതെന്നാ കണ്ടോണ്ടെങ്കിൽ നെകളിക്കുന്നേ? അന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ടാ. നീ പിന്നെ എന്നാ വിളുത്താനാ മിലിറ്ററിക്കാർക്ക് ഈ കോപ്പ് അയച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ വടി പിടിച്ചെന്ന് പറഞ്ഞൊരു തന്തേ, പട്ടാളത്തിൽ പാട്ട് ഉരുട്ടെന്ന് പറഞ്ഞൊരു മോനും. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കിട്ടിയതാണോ? ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് വിളഞ്ഞാൽ കറിയാച്ചന്റെ തനിക്കൊണം നീ അറിയും. ശരിയാ, അന്ന് ഞാൻ ഓഫീസിൽ വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാഞ്ഞിരപ്പള്ളി ചക്രാമ്പറമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ആ ഉള്ളത് പറഞ്ഞ തന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ എത്രയോ പരിശുദ്ധ. തല്ലാൻ വരട്ടെ സാറേ, തല്ലാൻ സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് തല്ലാന്നേ, കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവരുടെ സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയും ഒക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാണ് തങ്കച്ചാത്? തഴക്കദോഷം. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പിഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയൊരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിൽ നിന്ന്. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയവളെ ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാഴ്ചവെച്ചു. അതാരാന്നറിയോ? ഇയാളുടെ അപ്പൻ. അതുകൊണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാ സാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായം എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുകയുള്ളൂ താൻ. പക്ഷേ അതിനി ഏറെ നാളില്ല. ഒന്ന് നിക്കുന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLAയും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യലോടാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കറിയാച്ചനും ഇത്തിരി സമയം താ. കൊള്ള പൊലയാടി മോനെ.
ഇനി അടിച്ച ഏമാമാര് ചത്തുപോകും. വാ നമുക്ക് പോവാം. കൂൾ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്. അയ്യോ മോള് ഇത് കുടിക്കണ്ട, ഇത് കുടിക്ക്. ഇച്ചിരി കളർ വെക്കട്ടെ. കുടിച്ചോളൂ. കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, ലിംക, കാലിക്ലാസ്, തംസ് അപ്പ്, കൂൾ ഡ്രിങ്ക്സ്. എന്തായി ചേര? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അവർക്കല്ല അതിശയം. SP MLA ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത്. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാനും എൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട MLA, നാട് കാക്കണ്ട SP കൂടെ രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ കൂട്ടു നിൽക്കണമെന്നാ ഓം പറയണത്. സംഗതി ശരിയായിരിക്കാം, പക്ഷെ നടു റോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാണ് നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ, ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി അവനോടൊന്ന് പറ.